അനാമിക മുത്തശ്ശൻ്റെ കയ്യിലേക്ക് പുടവ കൊടുക്കാൻ നേരം മുത്തശ്ശൻ തല കറങ്ങി വീഴുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ മുത്തശ്ശി അപ്പോൾ തന്നെ പൂജാരിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെൻ്റെ കൊച്ചുമകനാണ്, ഇവരുടെ ജാതകം ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പൂജാരി എന്തൊക്കെയോ വിഘ്നങ്ങളുണ്ടെന്ന് അന്ന് വന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പരിഹാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പരിഹാരക്രിയകളൊക്കെ ചെയ്തും കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ദാ ഇപ്പോഴും മുത്തശ്ശിൻ്റെ പുടവ കൊടുക്കാൻ നേരം, അനുഗ്രഹം വാങ്ങാൻ നേരം മുത്തശ്ശി തല കറങ്ങി വീണെന്ന് പറയുന്നുണ്ട്. പൂജാരി പറയുന്നുണ്ട്, അതൊക്കെ ചെറിയൊരു നിമിത്തങ്ങളല്ലേ, ഒരാളുടെ ശരീരം എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോകാം, അതിനെയൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എന്തോ എൻ്റെ മനസ്സിലൊരു ഉൾവിളി പോലെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലേക്ക് പോയ സമയത്ത് അമ്പലത്തിൽ വെച്ച് ആ സ്ത്രീ പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. എങ്കിൽ രണ്ടുപേരും ജാതകം കൊണ്ടുവരൂ, ഞാനത് പ്രശ്നം വെപ്പിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് ആദർശ് ഓർക്കുന്നുണ്ട്, ഈശ്വര കഴിഞ്ഞ തവണ എങ്ങനെയൊക്കെ പൂജാരിയെ സ്വാധീനിച്ച് അവരുടെ വിവാഹത്തിന് പ്രശ്നമില്ല എന്ന് ഞാൻ പറയിപ്പിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആദർശ് ആലോചിക്കുകയാണ്. ഈ സമയത്ത് പൂജാരി രണ്ടുപേരും ജാതകങ്ങളൊക്കെ വാങ്ങിക്കുകയും അതുപോലെ തന്നെ അവിടെ കബഡി ഇങ്ങനെ നിർത്തി അതൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം നോക്കിയതിന് ശേഷം പൂജാരി പറയാണ്, രണ്ടുപേരും തമ്മിൽ യാതൊരു പൊരുത്തങ്ങളും ഇല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ഇവരുടെ ജാതകം നോക്കിച്ചില്ലെന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, നോക്കിച്ചിരുന്നു, അന്നത്തെ ആള് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, പരിഹാരങ്ങൾ ചെയ്താൽ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും പൂജാരി പറയാണ്, അല്ല ചെറിയ പ്രശ്നമൊന്നുമല്ല, ഇത് വലിയ പ്രശ്നം തന്നെയാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബന്ധം അധിക നാൾ നീണ്ടു പോവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും അതുപോലെ തന്നെ ചെറിയമ്മയൊക്കെ ഞെട്ടിപ്പോവാണ്. എന്താ പൂജാരി ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പം, ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്, ഇനി സംശയമുണ്ടെങ്കിൽ മറ്റാരെങ്കിലും പൂജാരി വിളിച്ച് ചോദിച്ചു നോക്കാം, ഞാൻ പറഞ്ഞ സത്യമാണ്. കാരണം ഈ കുട്ടിയും ഈ പയ്യനും തമ്മിൽ യാതൊരു പൊരുത്തവും ചേർച്ചയും ഞാൻ ഈ ജാതകങ്ങളിൽ കാണുന്നില്ല. വെറും 2% മാത്രം പൊരുത്തമാണുള്ളത്. പക്ഷേ ഇവർ തമ്മിൽ പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട് എന്ന് പറയാണ്. രണ്ടുപേരും ഇപ്പോൾ കാണുന്ന സ്നേഹമൊന്നും വിവാഹത്തിന് ശേഷം ഉണ്ടായിരിക്കില്ല, എന്നും അടിയും പ്രശ്നങ്ങളും മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ വിവാഹബന്ധം വേർപെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. പക്ഷെങ്കിൽ കഴിഞ്ഞ തവണ സ്വാമി ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം, അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പഠിച്ച വെച്ചാണ് ഞാൻ പറയുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ജാതകം നോക്കിയിട്ട് ഞാൻ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്കതേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഇവർ തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. അത് മാത്രമല്ല ഈ വിവാഹം ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചെടുക്കേണ്ട കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ അമ്പലത്തിലേക്ക് പോയി വഴിപാടുകൾ ചെയ്താൽ എല്ലാ പ്രശ്നവും മാറി പരിഹാരമൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ലെന്ന് ചോദിക്കണം മുത്തശ്ശി. അപ്പോൾ പറയുന്നുണ്ട്, ഒരുപാട് വിഘ്നങ്ങളുണ്ടായിരുന്നു, അതായത് ഈ പയ്യൻ്റെ ജീവന് വരെ ആപത്തുണ്ടായിരുന്നു. ആ ആപത്ത് ഒഴിഞ്ഞു പോയി. നിങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് നിങ്ങൾ ആ പൂജകളൊക്കെ ചെയ്ത് അതുകൊണ്ട് ആ പയ്യൻ്റെ വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇനിയാണ് ഇവരുടെ ജീവിതത്തിൽ ആപത്തുകൾ സംഭവിക്കാൻ പോകുന്നത്. ജീവൻ പോകുന്നതിലും വലിയ ആപത്ത് തന്നെയാണല്ലോ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം വേർപെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എന്നും പറയുന്നുണ്ട്. അങ്ങനെ പൂജാരിയുടെ ഇതിന് പരിഹാരങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോഴേക്കും, പരിഹാരക്രിയകളൊക്കെ ഞാൻ വിളിച്ചു പറയാം, പരിഹാരങ്ങളുണ്ട്, പക്ഷെ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം എന്തൊക്കെ പരിഹാരങ്ങളാണെങ്കിലും രണ്ടുപേരുടെ മനസ്സാണ് ഏറ്റവും വലിയ പ്രധാനമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഈശ്വര ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ, കല്യാണം വന്ന് പടിവാതിക്കൽ നിന്നും എല്ലാവരും വിളിച്ചും കഴിഞ്ഞു, ഇനി ഇങ്ങനെ പൂജാരി പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് മുത്തശ്ശിനൊരു ടെൻഷൻ ആവുമെന്ന് കരുതി പെട്ടെന്ന് ആദർശ് പറയാണ്, ആ സ്വാമി വെറുതെ പറയായിരിക്കും, അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഒന്ന് സ്വാമിജി നമ്മൾ എത്ര കാലം കൊണ്ട് കാണുന്ന അദ്ദേഹം പറഞ്ഞാലൊരു പ്രശ്നമില്ലാന്ന് പിന്നെന്താ പേടിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്തോ എനിക്കറിയില്ല, എന്തായാലും അദ്ദേഹം പരിഹാര കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ വിളിച്ച് അന്വേഷിച്ച് നോക്ക്, എന്നിട്ട് നമുക്ക് അതെല്ലാവർക്കും കൂടി പോയി ചെയ്യാമെന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, എത്രയോ പേര് ജാതകം പോലും നോക്കാതെ വിവാഹം കഴിക്കുന്നു, അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ, ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് കരുതാം മുത്തശ്ശി എന്നൊക്കെ പറയാണ്. എങ്കിലും എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമാണ് മോനെ, അപ്പം വിശ്വാസ തട്ടുക്കളെ ഞാൻ ഒരുക്കമല്ല എന്ന് മുത്തശ്ശി പറയാണ്. ആദർശാണെങ്കിലും മനസ്സിലാലേക്കാണ്, ഈശ്വര ആ സ്വാമി പറഞ്ഞത് സത്യമായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ അനയും അനാമികയും തമ്മിൽ വേർപെട്ടു പോവോ, അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ആപത്തായിരിക്കുമല്ലോ. ഇപ്പം മുത്തശ്ശിന് വേണ്ടിയിട്ട്
അവർ രണ്ടുപേരെ ഞാൻ ഒരുമിപ്പിച്ചാൽ പിന്നീട് അവർ തമ്മിൽ വേർപെട്ട് പോയാൽ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുകയാണ്. അനിയുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അത് തന്നെയാണ് ആ സ്വാമിജി ഉദ്ദേശിച്ചതും അവൻ്റെ മനസ്സുകൊണ്ട് പൊരുത്തമില്ല എന്ന് സ്വാമി ഉദ്ദേശിച്ചതും എന്നൊക്കെ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനും പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ ആ പരിഹാര കർമ്മങ്ങൾക്കുള്ള എല്ലാ ഏർപ്പാടുകളും തയ്യാറാക്കാമെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനാമികയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട് കേട്ടോ. അവരോടും ആദർശ് പറയാണ്, നിങ്ങളും ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട, ഈ വിവാഹം മംഗളകരമായിട്ട് നടക്കും, ഇവരും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, സന്തോഷമായിട്ട് തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആകെപ്പാടി ഒരു ഡാർക്ക് സീൻ അടിച്ച് അവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അനി ഇങ്ങനെ ആ ഒരു മട്ടുപ്പാവിൽ അവൻ സ്ഥിരമായിട്ട് നിൽക്കാറുള്ള സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. ആ സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നിട്ട്, നിനക്ക് എന്താ, നിന്റെ മനസ്സിലെന്താ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. എന്താ ആദർശേട്ടാ, എന്താ കാര്യം ചോദിക്കുമ്പോൾ ആ സ്വാമിജി എടുത്തു പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് തമ്മിൽ യാതൊരു പൊരുത്തം ഉണ്ടായിരിക്കില്ല എന്ന്. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പം, ഞാൻ ആദർശേട്ടനോട് പറഞ്ഞതല്ലേ അനാമികയോട്, എനിക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രണയമോ സ്നേഹമോ ഒന്നുമില്ല, എനിക്ക് മറ്റൊരു പെൺകുട്ടിയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പക്ഷെ മുത്തശ്ശന് വേണ്ടിയിട്ട് ആദർശേട്ടൻ നിർബന്ധിച്ചല്ലേ എന്നെ വിവാഹത്തിൽ ഒരുക്കിയതെന്ന് പറയാണ്. ആദർശ് ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്, എന്തായാലും ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ, അപ്പം പിന്നെ നിനക്ക് അനാമികയെ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നവ്യേച്ചിനെ വിവാഹം കഴിക്കാനിരുന്ന ആദർശേട്ടൻ നയനേച്ചിനെ വിവാഹം കഴിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നയനേച്ചിനെ ആദർശേട്ടൻ സ്നേഹിക്കാത്തതെന്ന് ആനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനിയുടെ മുമ്പിൽ ഒന്നും മിണ്ടാനില്ലാതെ ആദർശ് ഭായും പൊളിച്ച് നിൽക്കുകയാണ്. അനി പറയാണ്, എല്ലാവരുടെയും അവസ്ഥ അതുപോലെ തന്നെ ഏട്ടാ, ആദർശേട്ടൻ മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ വിവാഹം കഴിച്ചത്, ഇപ്പം എങ്ങനെയാ ജീവിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും ഞാനും അനാമികയും, അത് തന്നെയാ സ്വാമിജിയും പറഞ്ഞത്, ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ച് രണ്ടുപേരും തമ്മിൽ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് ആദർശേട്ടാ, അതാണ് സ്വാമിജി ഉദ്ദേശിച്ചതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്തായാലും വിവാഹബന്ധം വേർപെട്ട് പോകുന്നൊക്കെയല്ലേ പറഞ്ഞത്, എത്രയോ തവണ ആദർശേട്ടൻ്റെ നയനേച്ചിനെയും വിവാഹബന്ധം വേർപെട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം നയനേച്ചി ഇവിടുന്ന് ആദർശനെ ഇറക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ അനി ചോദിക്കുകയാണ് കേട്ടോ. അനിയുടെ മുമ്പിൽ ഉത്തരം മുട്ട് നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഈ വിവാഹം നടക്കണം അനി, അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മുത്തശ്ശൻ്റെ ജീവനും നമുക്കത് കൂടെ തീരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ആദർശേട്ടാ, മുത്തശ്ശൻ്റെ ജീവൻ വേണ്ടിയിട്ട് എന്ത് ബലി കൊടുക്കാനും ഞാനും തയ്യാറായെന്നും പറഞ്ഞിട്ട് അനി അവിടുന്ന് സങ്കടത്തോടു കൂടി തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് മനസ്സിൽ കരുതാണ്, അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എനിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുത്തശ്ശൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അനിയുടെ മനസ്സിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന കൂടി ഇല്ല എന്ന് അവൻ സ്വയമേധയാ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവരെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ഫ്യൂച്ചറിൽ ഇവർ തമ്മിൽ പിരിയേണ്ട അവസ്ഥ ഉണ്ടായാൽ ആ ഒരു ദുഃഖവും എല്ലാവരും കാണേണ്ടി വരുമല്ലോ എന്നും ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഡെയിലി സ്റ്റോറീസും അതുപോലെ തന്നെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലിൻ്റെ ഓരോ വീഡിയോസിനും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.